ഹായ്, ഞാൻ സാഹിൽ പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. അനിൽ ബാലചന്ദ്രൻ എന്ന വ്യക്തിക്കെതിരെ, പ്രത്യേകിച്ച് കിങ് മേക്കർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേരും കൂടിയുണ്ട്, ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ. ഞാൻ ഈ ഡോക്ടറേറ്റ് തൽക്കാലം ഒഴിവാക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഡോക്ടറേറ്റ് എങ്ങനെ കിട്ടിയെന്ന് കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ടാണ്. മിക്ക ആൾക്കാരും പൈസ കൊടുത്ത് വാങ്ങുന്നൊരു സാധനമാണ് ഈ ഡോക്ടറേറ്റ്. ഏതുമാവട്ടെ, ഇദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്തപ്പോൾ പ്രധാനമായും നമ്മൾ അന്ന് ഉന്നയിച്ചത് ഇദ്ദേഹം ധാർമ്മിക മൂല്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ല. ആൾക്കാരെ തെണ്ടി എന്ന് പറയാനോ മോശമായിട്ട് പരിഗണിക്കാനോ, അതായത് രണ്ട് രീതിയിലാണ്, പണക്കാർ പാവപ്പെട്ടവർ, ഇങ്ങനെ രണ്ട് ക്ലാസ്സായി തരംതിരിക്കാനാണ് അദ്ദേഹം എപ്പോഴും മെനക്കെടാറ്. മാത്രവുമല്ല, ഏത് രീതിയിലും പൈസ ഉണ്ടാക്കുക, ജീവനക്കാരെ പിഴിയുക, അല്ലെങ്കിൽ ജീവനക്കാരെ ഇൻസെക്യൂരിറ്റി അസ്വസ്ഥത ഉണ്ടാക്കുക എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മോട്ടീവ്സാണ്. ഇതെല്ലാവർക്കും അറിയും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, സാധാരണ ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പോവാത്ത വ്യക്തികൾക്ക് പോലും ഇത് അറിയും. എന്തുകൊണ്ട്? ഇദ്ദേഹത്തിൻ്റെ വീഡിയോസിലും ഷോർട്സിലൊക്കെ ഇത് നിരന്തരം കാണുന്ന ഒന്നാണ്. അദ്ദേഹം ആഭാസം പറയുമെന്നുള്ളത് അറിയാത്ത ഒരു ചെറിയ കുട്ടി പോലും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേൾക്കുന്നതെന്ന് തന്നെ പറയുന്നില്ല, ചിലപ്പോൾ അബദ്ധത്തിൽ കേട്ട ആൾക്കാർക്ക് പോലും ഇതറിയും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കോഴിക്കോട് ഒരു സ്ഥലത്ത് റോട്ടറി ക്ലബിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ട്രെയിനിങ്ങിന് വിളിക്കുന്നതും ആ ട്രെയിനിങ്ങിൽ വലിയ ഇഷ്യൂ ഉണ്ടാവുന്നതും അങ്ങനെ അദ്ദേഹത്തിനെ അവിടുന്ന് ഓടിക്കുന്നതും. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിനെ കുറ്റം പറയുന്നത് തൽക്കാലം നമ്മൾ എല്ലാവരും ചെയ്യുന്ന പണിയാണ് അദ്ദേഹത്തിനെ മാക്സിമം കുറ്റപ്പെടുത്താണ്. പക്ഷേ തൽക്കാലം ഞാൻ ഓൾറെഡി അദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെപ്പറ്റി ഓൾറെഡി കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടും ആ ഭാഗം പറയുന്നില്ല. മറിച്ച് അദ്ദേഹത്തെ ഇങ്ങനെ വളർത്തി വലുതാക്കുന്നൊരു ടീമുണ്ടല്ലോ, അദ്ദേഹത്തെ ഇങ്ങനെ ഫലഭൂഷ്ടമായ മണ്ണ് ഇട്ട് കൊടുക്കുന്നവർ, അവരെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഈ പ്രശ്നമുണ്ടായ വീഡിയോ തന്നെ ഒന്ന് നോക്ക്. അങ്ങേരോട് ഞങ്ങൾ ആദ്യം പറയുന്നുണ്ട്, നിങ്ങൾ ചില സമയത്തൊക്കെ നിങ്ങളെ യൂട്യൂബ് ചാനലിലൊക്കെ ആൾക്കാർ അസഭ്യം പറയാറുണ്ട് നിങ്ങളെ വാക്കുകൾ കേട്ടിട്ട്. അത്തരം വാക്കുകൾ ഇവിടെ ഉപയോഗിക്കരുത്, ഇത് കോഴിക്കോടാണെന്ന് പറഞ്ഞാറുണ്ട്. അതെ, ഈ സംഘടനാ പ്രവർത്തകൻ പറയുന്നത് എന്താണ്? ഓൾറെഡി ഇദ്ദേഹം ആഭാസകരമായ ഭാഷ ഉപയോഗിക്കുമെന്നറിയാം, അദ്ദേഹത്തിനോട് വാൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്, അതും കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക്. കോഴിക്കോടിന് എന്താ വല്ല കൊമ്പുണ്ടോ? അപ്പോൾ ഏതുമാകട്ടെ, അങ്ങനെ ഓൾറെഡി ഇത്ര മോശമായ രീതിയിൽ സംസാരിക്കുമെന്ന് ഉറപ്പുള്ളൊരു വ്യക്തിയെ ഇവർ വിളിക്കേണ്ട ആവശ്യം എന്താണ്? അതിനെ വിളിക്കേണ്ടതിൻ്റെ ചേതോ വികാരം എന്താണ്? എന്തിനാണ് ഇയാളെ തന്നെ വിളിക്കുന്നത്? വേറെ ട്രെയിനർമാരൊന്നും ഇല്ല ഇവിടെ. അപ്പം പ്രത്യേകിച്ച് ഇവർക്കൊക്കെ അറിയാം ഇദ്ദേഹത്തിൻ്റെ ശൈലി. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പല കാര്യങ്ങളും എങ്ങനെയാണെങ്കിലും ലാഭം ഉണ്ടാക്കിത്തരും, ബിസിനസ്സുകാർക്ക് ഉപകാരപ്പെടും എന്നുള്ള ചിന്തയുണ്ട്. അതായത് ഈ പറയുന്ന ബിസിനസ്സുകാർക്ക്, ഈ ക്ലാസ്സിൽ പങ്കെടുത്ത 100-ലധികം ബിസിനസ്സുകാർക്കും ഈ സംഘാടകർക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് ക്ലാസ് എങ്ങനെയാണെങ്കിലും, ഏത് മനുഷ്യനെ കൊന്നിട്ടാണെങ്കിലും, എങ്ങനെ ഇടിച്ചു താഴ്ത്തിയിട്ടാണെങ്കിലും ബിസിനസ് വിജയിക്കാനുള്ള മന്ത്രങ്ങൾ ഇയാൾ പറഞ്ഞു തരുന്നു. അല്ലാതെ പിന്നെ എന്തിനാണ് ഇയാൾ ക്ലാസ് വെക്കുന്നത്? അപ്പം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരാണ്. ഇപ്പം മാനുഷികമായ മൂല്യങ്ങളോ പരിഗണനയോ സഹജീവികളോട് സ്നേഹമോ ഇല്ലാത്ത ആൾക്കാരാണ് ഇയാളെ ക്ലാസ്സിൽ പങ്കെടുക്കുക. അല്ലാത്ത ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരും ഒരു കൂട്ടറായിട്ട് തിരിക്കാം, മണ്ടന്മാർ, ഒന്നിനും കൊള്ളാത്ത മണ്ട ശിരോമണികൾ. ആ മണ്ട ശിരോമണികളല്ലാത്ത ആൾക്കാർ ഇയാളെ ക്ലാസ്സിൽ പങ്കെടുക്കുമോ? പ്രത്യേകിച്ച് ഇയാൾ ഇങ്ങനെ പറയും, നമുക്കറിയാം, മോശമായിട്ട് പറയുന്നറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ മനസ്സ് ചെറിയൊരു തോന്നിയാസം ചെയ്താൽ തന്നെ കുറ്റബോധം കൊണ്ട് നിറയും. പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, നിങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് 2 കയ്യും ഇല്ലാത്ത ഒരാൾ ഭിക്ഷ യാചിക്കുന്നുണ്ട്, എങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ധൃതിയിൽ കൊടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അസ്വസ്ഥമാവും. അയ്യോ, അയാൾ സഹായിച്ചില്ലല്ലോ. പിന്നെ എന്തെങ്കിലും പറഞ്ഞ് നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തണം, അല്ലെങ്കിൽ തിരിച്ച് പോയി സഹായിക്കണം. അതേപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ വണ്ടി എടുത്ത് പോവാണ്, അപ്പോൾ ഒരാൾ കൈ നീട്ടി നമ്മൾ നിർത്താണ്ട് പോയി കഴിഞ്ഞാലും ഇതേ ഒരു അസ്വസ്ഥ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബിസിനസ്സിലും ഇതേപോലെ വെട്ടിപ്പുകൾ നടത്തുമ്പോഴും നമ്മുടെ മനസാക്ഷി ഇങ്ങനെ കുറ്റപ്പെടുത്തും. ഈ മനസാക്ഷി കുറ്റപ്പെടുത്തുന്നത് ഇല്ലാതാക്കാൻ ഇയാളെ സഹായിക്കും. പ്രത്യേകിച്ച് ഇയാൾ എന്താക്കും, മനസാക്ഷി നോക്കേ വേണ്ട, നമ്മുടെ വിജയം, നമ്മളെ അൾട്ടിമേറ്റ് ഗെയിം, അല്ലെങ്കിൽ നമ്മളുടെ വളർച്ച, ഇതിങ്ങനെ പറഞ്ഞ് ഈ കുറ്റബോധത്തെ ഇല്ലാണ്ടാക്കി ഏത് രീതിയിലും എങ്ങനെയും ബിസിനസ് കെട്ടിപ്പടുക്കണം എന്നുള്ള ചിന്ത ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. പ്രത്യേകിച്ച് നമുക്കറിയാലോ, ഈ ഒരാൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഉറങ്ങാൻ പറ്റില്ല, പിന്നെ സമാധാനം പോയി. പക്ഷേ നിരന്തരം കൊലപാതകം ചെയ്യുന്ന ഒരു ഗുണ്ടയുടെ അവസ്ഥയോ? അയാൾക്കത് പ്രശ്നമേ ഇല്ല, അയാൾക്കൊരു ശീലമാണ്. മാത്രമല്ല, അത് ചെയ്താലേ അയാൾക്ക് സമാധാനം കിട്ടും. ഇതേപോലെയാണ് ഇയാൾ. സാധാരണ ബിസിനസ്സുകാർക്ക് ചെറിയൊരു കള്ളത്തരം കാണിക്കാൻ സാധിക്കില്ല. അവർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ, കസ്റ്റമറെ പറ്റി, അവരെ സ്ലേവ്, അവരെ അടിമകൾ, അവരെ മോശക്കാരായിട്ട്, അവരെ രണ്ടാം കടായിട്ട് കാണാൻ പറ്റൂല. അവരേറ്റവും നല്ല രീതിയിലാണ് സമീപിക്കുക. മാത്രവുമല്ല, മാക്സിമം ഡിസ്കൗണ്ട്, ചിലപ്പോൾ കടം കൊടുക്കും, വിട്ടുവീഴ്ച ചെയ്യും, പലതും ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ബിസിനസ്സുകാർ മാത്രമല്ലല്ലോ, നമ്മൾ മനുഷ്യരും കൂടിയല്ലേ.
പക്ഷേ ഇയാൾ എന്താ ചെയ്യുന്നത്? ഇയാൾ ഈ ബിസിനസ്സുകാർക്ക് ഇങ്ങനെ മന്ത്രം ഓതി കൊടുക്കുകയാണ്. നിങ്ങളതൊന്നും നോക്കണ്ട, നിങ്ങളെ കാര്യം നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ജനങ്ങളെ തെണ്ടികൾ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഈ കസ്റ്റമറെ ഏറ്റവും മോശപ്പെടുത്തി പറഞ്ഞ് എല്ലാവരുടെ മനസ്സിലും ഈ കുറ്റബോധം, ഈ മനസാക്ഷി കുത്തി ഇല്ലാതാക്കുന്ന അവസ്ഥയാണ്. ഇങ്ങനൊരു സമൂഹം വളർന്നു വന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രത്യേകിച്ച് ബിസിനസ്സുകാരൊക്കെ നല്ല രീതിയിൽ ജനങ്ങളെ സഹായിക്കുന്നത്, പല ചാരിറ്റി സംഘടനകളെ സഹായിക്കുന്നത്, പല പാവപ്പെട്ടവരെ സഹായിക്കുന്നതൊക്കെ എന്തിൻ്റെ പേരിലാണ്? ഇവർക്ക് ഈ മനസാക്ഷിയുണ്ട്. പ്രത്യേകിച്ച് മിക്ക ആൾക്കാരും പടച്ചോനിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. ആ പടച്ചോനിൽ വിശ്വസിക്കുന്ന ആൾക്കാരായതുകൊണ്ട്, ഈ മനസാക്ഷി ഉള്ളതുകൊണ്ട് അവർ ഈ പ്രവൃത്തി ചെയ്യും. പക്ഷേ ഇയാളെ പോലെയുള്ള ആൾക്കാരൊക്കെ അത് തച്ചുടക്കുന്നൊരവസ്ഥയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്ലാം മതം വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കൊക്കെ അയാൾ ചെയ്യുന്ന കച്ചവടത്തിൽ നല്ലൊരു പങ്ക് 2.5% അയാൾ എന്ത് ചെയ്യും? അയാൾ സക്കാത്തായിട്ട് കൊടുക്കും. ഈ സക്കാത്ത് അയാൾ പരിഗണിക്കുന്നത് എങ്ങനെ പറഞ്ഞാൽ എൻ്റെ ഔദാര്യമായിട്ടല്ല, എൻ്റെ ഉത്തരവാദിത്വം, ഞാൻ ചെയ്തേ തീരും. അതായത് ഇതൊരു ഔദാര്യമൊന്നുമല്ല, അവരെ ഞാൻ രണ്ടാം കിടായിട്ട് കണക്കാക്കുന്നതല്ല, അത് ഞാൻ കൊടുത്തേ തീരും. പക്ഷേ ഇയാൾ സഹായിക്കുന്നത് പോലും, ഇയാൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തതിനു ശേഷം ഇയാൾ കുറച്ച് സഹായ ഡ്രാമൊക്കെ നടത്തിയിട്ടുണ്ട്, നാടകങ്ങളൊക്കെ. അവിടെ പോലും ഇയാൾ ചെയ്യുന്ന ഔദാര്യമാണ്. നിങ്ങൾ അടിമകൾ, നിങ്ങൾക്ക് ഞാൻ എല്ലും കഷണം ഇട്ട് തരാണ്, ഈ രീതിയിലാണ് കാണുന്നത്. ഇപ്പം എത്ര മോശമായൊരു സാധനമാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഇയാളാണോ ഇതിന് കാരണം? ഇല്ല, നിങ്ങളെപ്പോലുള്ള പ്രോഗ്രാമേഴ്സാണ്. എന്നിട്ട് പറയാണ് കോഴിക്കോട് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ്. ഒരു കോഴിക്കോടും ഇല്ല. അതായത് ഈ കോഴിക്കോടിലേക്ക് നിങ്ങൾ വിളിച്ചു വരുത്തിയല്ലേ. മാത്രമല്ല അയാൾ പഠിച്ച ശീലം എങ്ങനെ മറക്കും? അയാൾ ഓൾറെഡി എല്ലായിടത്തും ആഭാസം പറഞ്ഞ് നടക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ആൾ നിങ്ങളെ പ്രോഗ്രാമിൽ മാത്രം മാറ്റി നിർത്താൻ എന്താണ് അതിനുള്ള നിങ്ങൾക്കുള്ള പ്രത്യേക ക്വാളിഫിക്കേഷൻ എന്താണ്? പ്രത്യേകിച്ച് റോട്ടറി എന്ന് പറയുന്നത് അറിയപ്പെട്ട സംഘടനയാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഇതിലേറ്റവും ഒന്നാമത്തെ കുറ്റക്കാർ നിങ്ങളാണ്. അതേപോലെ ഇയാളെ ഫോളോ ചെയ്യുന്നവരും ഇയാളെ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവരാണ് ഇതിലെ തെറ്റുകാർ, അല്ലാതെ അയാളല്ല. കാരണം അയാൾക്ക് വളർച്ചയുണ്ടാവണമെങ്കിൽ ഈ സപ്പോർട്ടേഴ്സ് ഉണ്ടാവണം. ആരും അയാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അയാളെ ക്ലാസ്സിന് വിളിക്കുന്നില്ല, അയാളെ കോഴ്സിന് ചേരുന്നില്ല എങ്കിൽ അയാൾ എന്ത് ചെയ്യും? പിന്നെ അയാൾ ജാടത്തണ്ടി എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുന്നുള്ളത്, ഞാൻ മുമ്പേ പൈസ വാങ്ങും, ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നടക്കും, ഞാൻ നിങ്ങൾക്കെതിരെ അങ്ങനെ വീഡിയോ ചെയ്യുന്നൊക്കെ പറയാൻ എന്ത് ധൈര്യം അയാൾക്കുണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. അതിന് അവസരം കൊടുക്കുന്നത് നിങ്ങളാണ്. ഇനി മറ്റൊരു വിഭാഗം ഉണ്ട് കേട്ടോ, ഞാൻ അവസാനം അതിനും കൂടി പറയാം. ഇയാൾ അഗ്രഷനായിട്ട് തെണ്ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ വളരെ സൗമ്യതയോടെ മാന്യമായ എന്നുള്ള രീതിയിൽ പൊതുസമൂഹത്തിൽ ഒരു മുഖംമൂടിയൊക്കെ ഇട്ടിട്ട് നടക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അവരെ പറ്റി വിശദീകരിച്ച് പറയാനുണ്ട്. അപ്പോൾ അവരും ഇതിനേക്കാളും കഷ്ടമാണ്. ഇയാളാണെങ്കിൽ കുറച്ച് ബുദ്ധിയുള്ള ബോധമുള്ള മനുഷ്യന്മാർക്ക് ബോധ്യപ്പെടും. പക്ഷേ ഞാൻ രണ്ടാമതായി പറയുന്നൊരു ടീമുണ്ട്, അവരെ പറ്റി പെട്ടെന്നൊന്നും ആൾക്കാർക്ക് തിരിയൂല. അവരെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. വീണ്ടും കാണാം. നന്ദി.